വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ സെഷനിൽ എടുക്കാൻ പോകുന്നത് ആർഒയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സിന്റെ ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ അതിനകത്തുള്ള ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് അരിത്തമെറ്റിക് മീൻ ആൻഡ് ജോമെട്രിക് മീൻ ഓഫ് ടു പോസിറ്റീവ് നമ്പേഴ്സ് എ ആൻഡ് ബി ആർ 10 and 8 respectively, then the value of a and b are. അതായത് നമ്മളോട് പറയുന്നത് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, ആ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് എയും ബിയും ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അരിത്തമെറ്റിക് മീനും ജിയോമെട്രിക് മീനും എന്താന്ന് പറയുന്നുണ്ട്, 10ഉം 8ഉം ആണെന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മള് ടെന്നും 8ഉം ആണ് നമുക്ക് പറയുന്ന രണ്ട് നമ്പേഴ്സ്. അപ്പോ നമ്മളിവിടെ എന്താണ് എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ദെൻ ദാറ്റ് മീൻസ് വാട്ട് ആർ ദി ടു നമ്പേഴ്സ് ദർ എന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. അപ്പോ നമുക്കറിയാം അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത്, എയും ബിയും രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോർമുല ഉണ്ട്, a+b/2 ആണ്. പിന്നെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് √(ab) ആണ്. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അരിത്തമെറ്റിക് മീൻ ആൻഡ് ജിയോമെട്രിക് മീൻ ഓഫ് ടു പോസിറ്റീവ് നമ്പേഴ്സ് എ ആൻഡ് ബി. രണ്ട് എയും ബി രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അതിന്റെ അരിത്തമെറ്റിക് മീനും ജിയോമെട്രിക് മീനും തന്നിട്ടുണ്ട്, 10ഉം 8ഉം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അരിത്തമെറ്റിക് മീൻ 10 എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം a+b/2 ആണ് 10 എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് a+b = 20 എന്ന് എഴുതാം, ആണല്ലോ. സോ വി വിൽ ഗെറ്റ് ദി ഫസ്റ്റ് ഇക്വേഷൻ. അതുപോലെ നമ്മുടെ കയ്യിൽ ജോമെട്രിക് മീൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് √(ab) എന്ന് പറയുന്നത് എത്രയാന്ന് തന്നിട്ടുണ്ട്, 8 എന്ന് തന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, എ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് എ ബി എന്ന് പറയുമ്പോൾ ഈ റൂട്ട് പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സ്ക്വയർ ചെയ്യും, അല്ലെ? സോ 8² 64. അപ്പോ നമുക്ക് ഒന്ന് a+b = 20 കിട്ടി, ദെൻ എ ബി = 64 എന്ന് കിട്ടി. ഇപ്പൊ നമ്മുടെ എയിം എന്ന് പറയുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും b = 20 - a എന്ന് എടുക്കാമല്ലോ. എന്നിട്ട് അത് ഞാൻ ഈ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. സോ a × 20 - a = 64. ദാറ്റ് ഈസ് 20a - a² = 64. അപ്പൊ ഇതിനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിൽ ആക്കുവാണെങ്കിൽ, അത് ഇപ്പൊ കൊണ്ടുവരാണെങ്കിൽ എന്ത് വരും, a² - 20a + 64 = 0 എന്ന് വരും, ആണല്ലോ. ഞാൻ ഈ 20a - a² ഇപ്പുറത്തെ സൈഡോട്ട് കൊണ്ടുവന്നു. ദെൻ അപ്പൊ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. നമുക്കറിയാം ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എയുടെ വാല്യൂ കിട്ടും എന്നറിയാം. അപ്പൊ ഏതോ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ -20യും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 64 ആണ് കിട്ടുന്നത്. അപ്പോ നമുക്കറിയാം രണ്ട് നമ്പേഴ്സ് നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും, അല്ലെ? കാരണം രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് -20 വരുന്നതും. അതുപോലെ കാരണം അതിന്റെ പ്രൊഡക്റ്റ് ആണ് പോസിറ്റീവ് എന്നല്ലേ. പോസിറ്റീവ് ആണെങ്കിൽ രണ്ടും ഒരേ സൈൻ ആയിരിക്കണം, ഒന്നേ നെഗറ്റീവ് ആയിരിക്കണം അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ ഇവിടെ രണ്ടും നെഗറ്റീവ് ആണ്, കാരണം -20 കിടപ്പുണ്ട്. ഇനി അത് ഏതൊക്കെയാ നോക്കുമ്പോ നമുക്കറിയാം -16ഉം -4ഉം 20 ആണ്, അല്ലെ? അതേപോലെ 16 × 4 ചെയ്താൽ അത് എത്രയും വരും, 64ഉം വരും. സോ ദാറ്റ് ടു നമ്പേഴ്സ് ആർ -16 and -4. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ് എടുക്കുന്നു, അല്ലെ? a² - 16a - 4a + 64 = 0. അപ്പോ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം തന്നെയാണ്. അപ്പോ അതിന് നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഏത് കിട്ടും എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, രണ്ട് നമ്പേഴ്സ് കിട്ടി. ഏതൊക്കെയാണ്, 16ഉം -4ഉം, അല്ലെ? -16ഉം -4ഉം. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, a കോമൺ ആയിട്ട് എടുക്കുന്നു. a കോമൺ ആയിട്ട് എടുക്കുമ്പോൾ a - 16, അടുത്തേന്ന് -4 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്ത് വരുന്നു, a - 16 = 0.
ദാറ്റ് ഈസ് a minus 4 and into a minus 16 equal to 0 എന്ന് വരുന്നു അല്ലെ. സോ എയുടെ വാല്യൂ 4ഉം 16 എന്നും കിട്ടി. അപ്പൊ ഈ ഓരോ എയുടെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? കാരണം നമ്മൾ ഓൾറെഡി ബി ഈക്വൽ ടു 20 മൈനസ് എന്ന് എഴുതി അല്ലെ. അപ്പൊ വെൻ എ ഈക്വൽ ടു 4, ബിയുടെ വാല്യൂ എന്താ? 20 മൈനസ് 4 16 ആണല്ലോ. ഇനി എ ഈക്വൽ ടു 16 ആകുമ്പോഴോ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 20 മൈനസ് 16, അതായത് 4 എന്ന് വന്നു അല്ലെ. അതായത് എ 4 ആയപ്പോ ബി 16, എ 16 ആയപ്പോ 4. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ക്ലിയർ ആകാം, രണ്ട് നമ്പേഴ്സ് എയുടെയും ബിയുടെയും രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? 4ഉം 16. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 4ഉം 16ഉം ആണ് ആൻസർ. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, അരിത്തമെറ്റിക് മീൻ ഓഫ് ടു നമ്പേഴ്സ് എ ആൻഡ് ബി ആർ a plus b by 2 and geometric mean is equal to root of ab. ഇതാണ് നമ്മൾ അവിടുത്തെ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, a equal to 20 minus b. ഞാനിവിടെ b equal to 20 minus എഴുതി, a equal to 3. അതനുസരിച്ചിട്ട് ചെയ്തു. അപ്പൊ നമുക്ക് വാല്യൂസ് ഓഫ് a and b are 4 and 16 എന്ന് കിട്ടി. ആൻസർ ബി ആണ് ആൻസർ. Now the next question, HCF and LCM of two numbers are 21 and 84 respectively. രണ്ട് നമ്പേഴ്സിന്റെ HCF എന്ന് പറഞ്ഞാൽ എന്താ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെ. LCM എന്ന് പറഞ്ഞാൽ എന്താ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെ. അപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ HCFും LCMും തന്നിട്ടുണ്ട്. ഒന്ന് 21ഉം LCM എത്രയാണ്? 84 എന്നും തന്നിട്ടുണ്ട്. If the ratio of two numbers are 1:4, രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം റേഷ്യോ എപ്പോഴും ലീസ്റ്റ് ഫോം ആണ് എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നമ്പേഴ്സ് ഏതൊക്കെ ആയിട്ട് എടുക്കാം? എക്സ് കോമ 4x, കാരണം ഇതിൽ രണ്ടിലുള്ള കോമൺ നമ്പർ എക്സ് ആണെന്ന് പറഞ്ഞ് എടുക്കാം. സോ നമ്പേഴ്സ് ആർ എക്സ് ആൻഡ് 4x അല്ലെ. എങ്കിൽ വാട്ട് ഈസ് ദ ലാർജർ ഓഫ് ടു നമ്പർ? എക്സ് ആണോ 4x ആണോ വലുതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ എക്സിന്റെ വാല്യൂ പറഞ്ഞാൽ ഏതാണ് ആ നമ്പർ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, കാരണം ഈ തന്നിരിക്കുന്ന എല്ലാ 4ന്റെ മൾട്ടിപ്പിൾസ് ആണല്ലേ. അപ്പൊ ഇതിനകത്ത് ഏത് വേണമെങ്കിലും ആകാം എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതിന് ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാല്, HCF into LCM ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. തന്നിട്ടുള്ള നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്തിന് ഈക്വൽ ആണ്? HCF into LCM ഈക്വൽ ആണ്. ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് ഇവിടെ അറിയേണ്ടത്. HCF into LCM ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. അതായത് 21 into 84 ഈസ് ഈക്വൽ ടു x into 4x. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? 4x² കിട്ടും അല്ലെ. അതായത് x² വാല്യൂ എന്ന് പറയുന്നത് എന്താ? 21 into 84 ഡിവൈഡഡ് ബൈ 4 ആണ്. 4ഉം 84ഉം ക്യാൻസൽ ആക്കുമ്പോൾ എന്തായാലും 21 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 21 into 21 മതി, കാരണം x² ആണല്ലേ. എക്സിന്റെ വാല്യൂ അപ്പൊ എന്താ? 21 ആയിരിക്കും എക്സിന്റെ വാല്യൂ. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാ? ഒന്ന് 21 ആണ്, എക്സ് ആണ്. മറ്റൊന്ന് എന്താ? 4 into 21. അപ്പൊ ലാർജസ്റ്റ് നമ്പർ ഏതായിരിക്കും? ഇതായിരിക്കും അല്ലെ. 4 into 21, അതായത് 1 into 4 4 4 2s are 8 അല്ലെ. സോ 84 is that the larger of two numbers. അപ്പൊ ഇവിടെ നമ്മൾ അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്താണ്? HCF into LCM ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. ഇതാണ് നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. HCF into LCM ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ HCFന്റെയും LCMത്തിന്റെയും പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. ഓക്കെ ആണല്ലോ. നൗ അതാണ് ആൻസർ സി ആൻഡ് larger of two numbers. Then അടുത്ത question, we are moving to the third question. In the income of a person is 3 lakhs in the first year and he receives an increase of rupees 10,000 to his income per year for the next 19 years. Find the total amount he received in 20 years. അപ്പൊ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ സിമ്പിൾ ഇൻട്രസ്റ്റോ ഒക്കെ ആണെന്ന്. പക്ഷെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുമ്പോൾ we can understand that we can solve this using AP. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാന്ന് വെച്ചല്ലേ. കാരണം എന്താ? ദ ഇൻകം ഓഫ് എ പേഴ്സൺ ഈസ് 3 lakh ഇൻ ദ ഫസ്റ്റ് ഇയർ. ആദ്യത്തെ വർഷം ഒരാളുടെ ഇൻകം എന്ന് പറയുന്നത് 3 lakh ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആൻ ഇൻക്രീസ് ഓഫ് rupees 10,000 ടു ഹിസ് ഇൻകം പെർ ഇയർ. ഓരോ വർഷവും അടുത്ത 19 വർഷം എന്ത് ചെയ്യുന്നു? 10,000 രൂപ വെച്ച് കൂടിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ. അപ്പൊ ഫസ്റ്റ് ഇയറിലെ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 3 lakh ആണ്.
അത് കഴിഞ്ഞിട്ട് ഓരോ വർഷവും 10,000 വെച്ച് കൂടിക്കൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ കോമൺ ഡിഫറൻസ് അല്ലെ. ഓരോ വർഷവും 10,000 വെച്ച് കൂടുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എന്താണ് കോമൺ ഡിഫറൻസ്. ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് ഹി റിസീവ്ഡ് ഇൻ 20 years. അതായത് എന്ന് പറയുന്നത് എന്താ 20 ആണ്. അതായത് 20 years കൊണ്ട് അദ്ദേഹം എത്ര എമൗണ്ട് റിസീവ് ചെയ്തു എന്നാണ്. സോ എന്താ എസ് എൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതായത് സം ടു എൻ ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇത് എ പി വെച്ചിട്ടാണ് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. എ പിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ സം ടു എൻ ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് ഈസ് എ ഫോർമുല? രണ്ട് ഫോർമുല ഉണ്ട് അല്ലെ. ഒന്ന് n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറയുന്നുണ്ട്. അല്ലാത്ത ഫോർമുല ഉണ്ട് അല്ലെ. എന്താണ് അല്ലാത്ത ഫോർമുല? Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇത് എടുക്കാം. പക്ഷെ ഇവിടെ നിന്നുള്ള കേസ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം ഒന്നും ഇല്ല അല്ലെ. ഫസ്റ്റ് ടേം ഉണ്ട്, എന്ത് ടേം കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഏതാണ്? n/2 ഇൻറ്റു, കാരണം കോമൺ ഡിഫറൻസ് ഒക്കെ തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്തോ ചെയ്യാം, എളുപ്പത്തിൽ വേഗം ചെയ്യാൻ പറ്റും. അതാണ് ചെയ്യേണ്ടത്. S20 ഈസ് ഈക്വൽ ടു 20/2 ഇൻറ്റു 2 ഇൻറ്റു ഫസ്റ്റ് ഇയറിൽ എത്ര എമൗണ്ട്? 3 lakh അല്ലേ. അപ്പോ എന്ത് വരും? 3 lakh പ്ലസ് n-1, അതായത് 20 - 1 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഓരോ വർഷവും എത്ര കൂടുന്ന പറഞ്ഞത്? 10,000 വെച്ച് കൂടുന്ന പറഞ്ഞ അല്ലെ. അപ്പോ 10,000 ആണല്ലോ. 20/2 എന്ന് പറഞ്ഞാൽ 10. 10 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6 അല്ലെ. 1 2 3 4 5 പ്ലസ് 19 ഇൻറ്റു 1000 അല്ലെ. അപ്പൊ 1 2 3 4 എന്ന് വരും. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോ എന്ത് വരും? 7 9 പിന്നെ 4 പൂജ്യവും കൂടെ വരും അല്ലെ. ആണല്ലോ. അതായത് 7 9 പിന്നെ എന്താണ് 4 1 5 0 1 2 3 4 5. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ. അപ്പൊ ഇതാണ് 20 വർഷം കൊണ്ട് ആ ആൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ ഏത് ആൻസർ വരും? 79 lakhs. ദിസ് ഈസ് ദ ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ നന്നായിട്ട് വായിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് എന്താണ്. ദ ഇൻകം ഓഫ് എ പേഴ്സൺ ഈസ് 3 lakh in the first year and he receives an increase of rupees 10,000 in his income per year for the next 19 years. അടുത്ത 19 വർഷത്തേക്ക് എന്താണ് 10,000 വെച്ച് കൂടിക്കൊണ്ടേയിരിക്കുന്നു. That means that 10,000 is the common difference. So we can solve this problem by using arithmetic progression. Clear ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ കണ്ടോ, ആൻസർ എ ആണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ലിമിറ്റ് x tends to 0 tan x by x equal to. എന്താ tan x by x ന്റെ ആൻസർ? നമുക്ക് അറിയാം sin x by x 1 ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ tan x by x എന്താ? അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. രണ്ട് രീതിയിൽ ചെയ്യാം. ഞാൻ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് tan x by x നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് tan x നെ sin x by cos x എന്നാക്കാം. എപ്പോഴും നമ്മളെ മനസ്സിൽ പെട്ടെന്ന് tan എന്ന് പറയുമ്പോൾ ഇതേ വരുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം ഞാൻ അത് വെച്ച് പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ലിമിറ്റ് x ടെൻസ് ടു 0 sin x by x ഇൻറ്റു ലിമിറ്റ് x ടെൻസ് ടു 0 1 by cos x. ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ. ഇതിന്റെ വാല്യൂ നമുക്കറിയാം 1 ആണെന്ന്. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം അല്ലെ. 0/0 ആദ്യം ഇവിടെ നമ്മൾ tan 0 0/0 ഫോം വരുന്നോണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ 1 by cos വരുമ്പോ എന്ത് വരും? cos 0യുടെ വാല്യൂ 1 ആണ്. അപ്പൊ again 1. So our answer is 1. This is one way. The other way is we can apply the L'Hospital's rule. മറ്റൊരു വേ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് L'Hospital's rule അപ്ലൈ ചെയ്യാം. L'Hospital's rule എന്ന് പറഞ്ഞാൽ എന്താ? What is L'Hospital's rule? ഡിനോമിനേറ്ററിന്റെ ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, ഡിനോമിനേറ്ററിന്റെ ലിമിറ്റ് ഡെറിവേറ്റീവ് എടുക്കുക. അതായത് ലിമിറ്റ് x ടെൻസ് ടു 0 tan x ന്റെ ഡെറിവേറ്റീവ് എന്താ? tan x by x ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ എന്താണ്? നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോ ലിമിറ്റ് x ടെൻസ് ടു 0 tan ഡെറിവേറ്റീവ് 6² x, x ന്റെ ഡെറിവേറ്റീവ് 1. ഇവിടെ നമുക്ക് ഡയറക്റ്റ് വാല്യൂ അല്ലോ. 60 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണല്ലോ. സോ 1² ആൻസർ എന്ത് തന്നെയാണ്? 1 എന്ന് തന്നെ വരും. അപ്പൊ ഈ രണ്ട് രീതിയിൽ ഏതാണ് നമുക്ക് പെട്ടെന്ന് കത്തുന്നത് അത് വെച്ച് ചെയ്യാം. സോ ഇവിടത്തെ ആൻസർ എന്താണ്? 1 ആണ് ആൻസർ. ഓക്കെ ആണോ? അപ്പൊ അതേ നോക്കിയേ,
ഇവിടെ ഞാൻ ചെയ്തു വെക്കുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സിന് അടുത്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതും യൂസ് ചെയ്യാം. യു ക്യാൻ ഓൾസോ യൂസ് ദ എൽ ഹോസ്പിറ്റൽസ് റൂൾ. എൽ ഹോസ്പിറ്റൽസ് ഒന്നുമില്ല, ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ്. ദെൻ വി നീഡ് ടു അപ്ലൈ ലിമിറ്റ്. ഓക്കെ. Then next question, degree of the differential equation x d square y by dx square the whole square plus x dy by dx the whole raised to 5 plus x square y equal to 0. അപ്പൊ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഡിഗ്രി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓർഡർ എന്താന്ന് അറിയണം അല്ലെ. ഒരു ഇതെന്ന് വെച്ചാല് ഓർഡർ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഹയസ്റ്റ് ഡെറിവേറ്റീവ് പ്രസന്റ് ഇൻ ദ ഇക്വേഷൻ. തന്നിട്ടുള്ളതില് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതെന്ന് നോക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഡർ എന്ന് പറയുന്നത്. ഈ തന്നിട്ടുള്ളതിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഏതാണ്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അല്ലെ. അതായത് ഇതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്, ഇവിടത്തെ ഓർഡർ എന്ന് പറയുന്നത്. ഹയസ്റ്റ് ഡെറിവേറ്റീവ് പ്രസന്റ് ഇൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ദ ഓർഡർ. തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പ്രസന്റ് ആയിരിക്കുന്ന ഹയസ്റ്റ് ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഡർ എന്ന് പറയുന്നത്. ഡിഗ്രി എന്ന് പറഞ്ഞാല് അതിന്റെ പവറിനെയാണ്, അതായത് ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവറിനെയാണ്. പവർ ഓഫ് ദി ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് നോൺ ആസ് ദ ഡിഗ്രി. ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്, ഹയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ ആണ് അല്ലെ. അപ്പൊ ഇവിടത്തെ എന്താ, 2 ആണ് അല്ലെ, കാരണം ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണ്. സോ 2 ഈസ് ദ ഡിഗ്രി. അപ്പൊ ഇവിടത്തെ ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആണ് ഇവിടത്തെ ആൻസർ. സോ എന്താണ്, ഹയസ്റ്റ് ഡെറിവേറ്റീവിനാണ് നമ്മൾ എന്താ പറയുന്ന ഓർഡർ എന്നും അതിന്റെ പവറിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഡിഗ്രി എന്നും പറയുന്നത്. ഓക്കെ ആണോ? Okay, then next question. Then if summation un is a convergent series of positive terms, then limit x tends to infinity un is. Actually ഇതെന്ന് പറയുന്നത് ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ ഈ എക്സാം സമയത്തെ ആൻസർ കീ വന്നപ്പോ ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം എന്താന്ന് ചോദിച്ചാല് നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും ഒരു എക്സ് ഡിഫൈൻ ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ, എക്സ് ഡിഫൈൻ ചെയ്യുന്നില്ല. പകരം ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യൂലായിരുന്നു. ലിമിറ്റ് n ടെൻസ് ടു un ഈസ് ഈക്വൽ ടു എന്നായിരുന്നെങ്കിൽ ദേ വോണ്ട് ഡിലീറ്റ് ദ ക്വസ്റ്റ്യൻ. അവര് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യത്തില്ലായിരുന്നു, ഡിലീറ്റ് ചെയ്യത്തില്ലായിരുന്നു. കാരണം എന്താ, ഇഫ് un ഇസ് എ കൺവേർജന്റ് സീരീസ് ഓഫ് പോസിറ്റീവ് ടേംസ്, അതായത് un സമ്മേഷൻ un എന്ന് പറയുന്നത് ഒരു കൺവേർജന്റ് സീരീസ് ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി un ഈസ് ഈക്വൽ ടു 0. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. n ടെൻസ് ടു ഇൻഫിനിറ്റി un ഈസ് ഈക്വൽ ടു 0. അതായത് ഒരു സീരീസ് അത് കൺവർജന്റ് ആണ് എന്ന് പറയണമെങ്കിൽ, ഒരു സീരീസ് കൺവർജന്റ് ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ ലിമിറ്റഡ് ഓഫ് ടേംസ് ഇൻഫിനിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ then limit n tends to infinity un is equal to 0. അതെ, ഇവിടെ ഈ എക്സിന് പകരം n ആയിരുന്നു വന്നിരുന്നെങ്കിൽ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി 0 ആയിരുന്നേനെ നമ്മുടെ ആൻസർ. പക്ഷെ ഇവിടെ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് കിടക്കുന്നുണ്ട്. എക്സ് അവിടെ ഒരു പ്രാധാന്യമേ ഇല്ലാത്തൊരു കാര്യമാണ്. സോ ഇറ്റ് ഈസ് ദ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ക്ലിയർ ആയല്ലോ. ഇപ്പൊ ഒരു കൺവേർജന്റ് സീരീസ് എന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ, കൺവേർജന്റ് സീരീസ് ഓഫ് പോസിറ്റീവ് ടേംസ് ആണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി un എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ടേം ടെസ്റ്റ് ഫോർ ഡൈവേർജൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 1 minus 1/2 plus 1/3 minus 1/4 plus etc. is equal to. ഈ 1 minus 1/2 plus 1/3 minus 1/4 നമുക്കറിയാം ഇതെല്ലാം പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഇതിനെ പറയുന്ന ഒരു പേരുണ്ട്. ഇതാണ് ഹാർമോണിക് സീരീസ് എന്ന് പറയുന്നത്. ഇത് നെഗറ്റീവ് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് ഇതിനെ പറയുന്ന പേരാണ് ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ്. കണ്ടോ, ദി ഗിവൺ സീരീസ് is known as alternating harmonic series and its general form is this one, summation n equal to 1 to infinity minus 1 the whole raised to n plus 1 1 by n. ഇപ്പൊ n-ന് 0 കൊടുത്താൽ -1 plus 1 by 1 വരും അല്ലെ. അടുത്ത n-ന് 2 കൊടുത്താൽ എന്ത് വരും, അതായത് 1-ന് 1 കൊടുക്കുക, n-ന് 1 കൊടുക്കുമ്പോ -1 the whole square into 1 by 1 അല്ലെ, അതായത് പോസിറ്റീവ് വരും. അടുത്ത പ്ലസ് -1 the whole raised to 2 plus 1 3, അതായത് നെഗറ്റീവ് വരും. അതായത് n-ന്റെ വാല്യൂസ്, ഇതാണ് അതിന്റെ ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഇതിന്റെ ഈ നേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺവേർജന്റ്. കാരണം എന്താണ്,
സാധാരണ ഹാർമോണിക് സീരീസ് ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും. ഇത് കൺവേർജൻസ് എന്ന് പറയുന്നത് കണ്ടീഷണൽ ആണ്, അതായത് നോട്ട് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് അല്ല. അതുകൊണ്ട് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഫോം ആണ്. ഇതിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും എന്തിന് ഈക്വൽ ആണ്? ലോഗ് 2 ഈക്വൽ ആണ്. അതായത് സാധാ ലോഗരിതത്തിന് ഈക്വൽ ആണ്, ബേസ് 10 ആയിട്ടുള്ള അല്ല. അതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ലോഗ് 2 ടു ദ ബേസ് ഇ. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. എന്താണ് ആൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസിന്റെ സം ഓഫ് ദി സീരീസ് എന്ന് പറയുന്നത്? ഇത് കൺവേർജ് ചെയ്യും. എങ്ങോട്ടാ കൺവേർജ് ചെയ്യുന്നത്? നാച്ചുറൽ ലോഗരിതം ഓഫ് 2. എന്താണ്? നാച്ചുറൽ ലോഗരിതം. അതുകൊണ്ടാണ് അവിടെ എന്ത് എഴുതിയിരിക്കുന്ന ഓപ്ഷനില് ലോഗ് 2 ടു ദ ബേസ് ഇ എന്ന് കിടക്കുന്നത് അല്ലെ. നാച്ചുറൽ ലോഗരിതമാണ് എന്ന് പറയുന്നത്. മറ്റേത് കോമൺ ലോഗരിതമാണ് ബേസ് 10 വരുന്നത്. അപ്പൊ നാച്ചുറൽ ലോഗരിതത്തിൽ വരുന്നതാണ് ഇതിന്റെ ആൻസർ. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എസെൻട്രിസിറ്റി ഓഫ് ആൻ എലിപ്സ് ഈസ്. ഒരു എലിപ്സിന്റെ എസെൻട്രിസിറ്റി എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് എലിപ്സിന്റെ എസെൻട്രിസിറ്റി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, അത് എത്രത്തോളം സ്ട്രെച്ച് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു സെന്റർ വെക്കുന്നു, ആ സെന്ററിൽ നിന്നും അത് എത്രത്തോളം നമുക്ക് വലിച്ചു നീട്ടാൻ കഴിയും, അതാണ് അതിന്റെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഒരു സർക്കിളിന്റെ കേസിലാണെന്ന് പറഞ്ഞാല് സെന്ററിൽ നിന്ന് എപ്പോഴും സെയിം ഡിസ്റ്റൻസ് ആണ് അല്ലെ എല്ലാം. അതായത് അതൊരു പെർഫെക്റ്റ്ലി റൗണ്ട് ആണ്. അതുകൊണ്ട് അതിന്റെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സർക്കിളിന്റെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അത് പെർഫെക്റ്റ്ലി റൗണ്ട് ആണ്. അതേസമയം ഒരു എലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ സ്ട്രെച്ച് ചെയ്യും അല്ലെ, സ്ട്രെച്ച് ചെയ്യും, രണ്ട് സൈഡിലോട്ടും സ്ട്രെച്ച് ചെയ്യും. അതായത് മുട്ട അല്ലെ, ഇങ്ങനെ ഇരിക്കും അല്ലെ എലിപ്സിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോ. എലിപ്സ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ഇരിക്കും. അപ്പൊ ഇതെന്ന് പറയുന്നത് രണ്ട് സൈഡിലോട്ട് നമ്മൾ എന്തെങ്കിലും സ്ട്രെച്ച് ചെയ്യും. ഇൻ ആൻ എലിപ്സ് there are 2 focus points inside. അതായത് നമ്മളൊരു എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുവാണെങ്കിൽ നമ്മൾ അതിന് ഇവിടെ പറയുന്ന പേര് മേജർ ആക്സിസും മൈനർ ആക്സിസും ആണ്. അവിടെ 2 ഫോക്കസ് ഉണ്ടായിരിക്കും നമുക്ക്. ഈ 2 ഫോഴ്സിയുടെയും സം ഓഫ് ഡിസ്റ്റൻസ് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എസെൻട്രിസിറ്റി പറയുന്നത് എത്രത്തോളം എലിപ്സ് സ്ട്രെച്ച്ഡ് ആവുന്നതാണ്. അപ്പോ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് √1 - നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം എക്ക് ഞാൻ 5ഉം ബിക്ക് ഞാൻ 4ഉം കൊടുക്കണം. അപ്പൊ ഈ ഈക്വൽ ടു √1 - b² ആണ് ഫോർമുല എന്ന് പറഞ്ഞു അല്ലെ. അതായത് √1 - 4² / 25 അതായത് 1 - 16/25, അതായത് √9/25, അതായത് 3/5 എന്ന് വന്നു അല്ലെ. 3/5ന്റെ ആൻസർ എന്ന് പറയുന്നത് 0.6 ആണ്. അപ്പൊ കണ്ടോ, ഇവിടെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് എന്തായി? ഒരു 0ക്കും 1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആയി അല്ലെ. അപ്പോ ഇതുപോലെ നമുക്ക് ഏത് എക്സാമ്പിൾ എടുത്താലും വി ക്യാൻ ഏബിൾ ടു സീ ദാറ്റ് ഫോർ ആൻ എലിപ്സ് the eccentricity lies between 0 and 1. എസെൻട്രിസിറ്റി എന്താണ്? 0ക്കും 1നും ഇടയ്ക്കായിരിക്കും ഉള്ളത്. അപ്പൊ ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. എന്താണ്? the eccentricity of an ellipse is 0 less than e less than 1. എസെൻട്രിസിറ്റിയുടെ വാല്യൂ എപ്പോഴും ഏതിനും ഇടയ്ക്കായിരിക്കും? 0ക്കും 1നും ഇടയ്ക്കായിരിക്കും എസെൻട്രിസിറ്റിയുടെ വാല്യൂ ഫോർ ആൻ എലിപ്സ്. എലിപ്സിന് അതിന് നമുക്ക് വേണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളും ചോദിക്കാം. അപ്പൊ അതാണ് ഞാൻ ഇവിടെ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോ ഷേപ്പും അതിന്റെ എത്രത്തോളം സ്ട്രെച്ച് ചെയ്യുന്നുള്ളത്. സർക്കിളിന് എയും 2 പോയിന്റ്സ് ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഫോഴ്സ് 2 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി റൗണ്ട്. ദെൻ സ്ലൈറ്റ്ലി സ്ട്രെച്ച്ഡ് എലിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ബി. അതായത് ഇ എന്ന് പറയുന്നത് ചെറുതായിരിക്കും, അതായത് നിയർലി റൗണ്ട് ആയിരിക്കും. റൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പെർഫെക്റ്റ്ലി റൗണ്ട് ആണെങ്കിൽ എസെൻട്രിസിറ്റി 0 ആയിരിക്കും. 0.2 എന്ന് പറഞ്ഞാൽ ഒരു നിയർലി റൗണ്ട് ആയിരിക്കും, ചെറിയ ഒരു വേരിയേഷനേ ഉണ്ടാവുള്ളൂ. വെരി സ്ട്രെച്ച്ഡ് എലിപ്സ് എന്ന് പറയുമ്പോൾ ഈസ് ക്ലോസ് ടു 1, 1നേക്കാളും കൂടില്ല. എപ്പോഴും എന്തായിരിക്കും? 0ക്കും 1നും ഇടയ്ക്കായിരിക്കും അത് വരുന്നത്. അതായത് എയുടെ വാല്യൂ ബിയോട് നിയർ ബൈ വരുവാണെങ്കിൽ ഈസ് ക്ലോസ് ടു 1, ഇയുടെ വാല്യൂ എന്തായിരിക്കും? 1ന് അടുത്തായിരിക്കും. അതായത് വെരി ലോങ് ആൻഡ് തിൻ. സോ we can able to say that the eccentricity of an ellipse is 0 less than e less than 1 ആണ്. That means option D is our answer. Then അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Calculate the value of √1.01 minus √0.99. കറക്റ്റ് ടു 6 ഡെസിമൽ പ്ലേസസ്. 6 ഡെസിമൽ പ്ലേസസിലോട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാനാണ് പറയുന്നത് അല്ലെ.
√1.01 മൈനസ് √0.99. നമ്മളൊരു കാര്യം അവിടെ ഓർക്കേണ്ടതെന്ന് വെച്ചാല് ഈ ഒരു ഫോം നമ്മൾ ഓർത്ത് വെക്കുക എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. √1 + x എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 + x/2 മൈനസ് x²/8 എക്സെട്ര. കാരണം നമ്മൾ ബൈനോമിയൽ തിയറം ആണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് 1 + x ദ ഹോൾ റേസ് ടു 1/2. ബൈനോമിയൽ തിയറം എന്താ? a plus b the whole raised to n is equal to a raised to n plus nc1 a raised to n minus 1 b plus nc2 a raised to n minus 2 b square plus etc. കാരണം ഇവിടെ നമ്മൾ ഇത് വെച്ച് നിർത്തുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അത് എന്തായിരിക്കും? വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വാല്യൂ കിട്ടുള്ളൂ. 0.0000 സംതിങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 3 വാല്യൂസിലങ്ങ് നമ്മൾ അതങ്ങ് ഒതുക്കിയത്. അപ്പം ബൈഹർട്ട് ചെയ്യുക. വാട്ട് ഈസ് √1 + x? √1 + x is approximately equal to 1 + x/2 minus x²/8 etc. എന്ന് പറഞ്ഞു പോകും. 1 + x/2 minus x²/8. അപ്പൊ നമുക്ക് ഈ √1.01 എങ്ങനെ എഴുതാന്ന് ചോദിച്ചാല് √1 + 0.01 എന്ന് എഴുതിക്കൂടെ? എഴുതാലോ. അതായത് എക്സിന്റെ വാല്യൂ എന്താണ്? 0.01 ആണ്. അത് നമ്മളിവിടെ കൊടുക്കുമ്പോ 1 + 0.01/2 മൈനസ് 0.01/8 എന്ന് പറഞ്ഞു പോകും അല്ലെ. അപ്പോ നമുക്ക് 1 + 0.01/2 നമുക്ക് എന്താക്കാം? ഡിവൈഡ് ചെയ്തപ്പോ 0.005. അതുപോലെ ഇതപ്പോ ഈ വാല്യൂ വന്നല്ലേ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ ആൻസർ എന്ത് വന്നു? 1.004985. കാരണം എന്താ? കറക്റ്റ് 6 ഡെസിമൽ പ്ലേസസിന് എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അത്രയും വാല്യൂസ് തന്നെ അവിടെ കൊടുക്കണം. അതുപോലെ അടുത്ത നമുക്ക് തന്നിട്ടുള്ള എന്താണ്? √0.99 ആണ് അല്ലെ. അതിന്റെ അർത്ഥം എന്താണ്? √0.99 1 - 0.01 ആണ് അല്ലെ. 1 - മറ്റേത് 1 + 0.01. ഇതെന്താ? 1 - 0.01 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? -0.01 അല്ലേ. അപ്പൊ നമ്മൾ അവിടെ അത് കൊടുക്കുന്നു. 1 - 0.01/2 മൈനസ് -0.01 the whole square by 8 കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? ഇത് കിട്ടി 0.9949875 എന്ന് കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് നോക്കിയാലോ. സബ്ട്രാക്ട് ചെയ്തപ്പോ വാല്യൂ എന്ത് കിട്ടി? 0.01 കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാം സീറോസ് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ ആൻസർ എന്തുണ്ട്? 0.01 ഉണ്ടല്ലേ. സോ ദാറ്റ് ഈസ് അവർ ആൻസർ. അപ്പോ ഇതെന്താണ്? കറക്റ്റ് 6 ഡെസിമൽ പ്ലേസസ് എന്ന് പറയുമ്പോൾ ആരെ എടുക്കണം? √1.01. അതായത് ഒന്നുകൂടെ പറയാം, 1.01 നമുക്ക് എന്തായാലും √1 + 0.01 എന്ന് എഴുതാം. We know the according to binomial theorem expansion it is 1 + x/2 + x²/8 etc. അവിടെ നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. അതുപോലെ √0.99 അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 - 0.01 അപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇതേ സ്ഥാനത്ത് കൊടുക്കുന്നു. അവിടെ നമുക്ക് വാല്യൂ കിട്ടുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കിട്ടിയ 2 വാല്യൂസും കൂടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to π/2 sin raised to 9 theta d theta. sin raised to 9 theta d theta. അപ്പൊ ഇത് നമുക്ക് സാധാരണ ഇന്റഗ്രേറ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ പാടാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ഫോർമുല അപ്ലൈ ചെയ്യും. ഏത് ഫോർമുല എന്ന് വെച്ചാല് ബീറ്റ ഫാക്ടോറിയൽ ഫോർമുലയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇന്റഗ്രൽ 0 to π/2 sin raised to 2m + 1 theta d theta. അതായത് അവിടുത്തെ പവർ എന്ന് പറയുന്നത് ഓഡ് പവർ ആണെങ്കിൽ അതാണ് അവിടെ നമ്മൾ നോക്കേണ്ടത്. sin raised to 2m + 1 × theta എന്ന് പറയുമ്പോൾ ഓഡ് പവർ ആണെങ്കിൽ ഇന്റഗ്രൽ 0 to π/2 sin raised to 2m + 1 theta d theta എന്ന് പറയുമ്പോൾ ഓഡ് പവർ ആണെങ്കിൽ 2 raised to 2m m factorial square divided by 2m + 1 factorial. ഇതാണ് ഫോം. അപ്പൊ എന്താണ്? ഇന്റഗ്രൽ 0 to π/2 അല്ലെ. ഈ ഒരു ഫോർമുല ആണ്. ഇന്റഗ്രൽ 0 to π/2 sin raised to 2m + 1 theta d theta is equal to എന്താണ് ഫോം പറഞ്ഞേ? 2 raised to 2m into m factorial square divided by
2m plus 1 ഫാക്ടോറിയൽ. ഇതാണ് നമ്മുടെ ഫോം എന്ന് പറയുന്നത്. അപ്പോ ഈ ഓഡ് ആണെങ്കിൽ, അതായത് പവർ ഓഡ് ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോമുലയാണ് ഇതെന്ന് പറയുന്നത്. അതായത് ബീറ്റ ഫാക്ടോറിയൽ ഫോമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്താ, 2m plus 1 ആണല്ലേ. 2m plus 1 is equal to 9 എന്നാ. അപ്പൊ എമ്മിന്റെ വാല്യൂ എന്തായിരിക്കും ഇവിടെ? 2m equal to 9 minus 1 8 ആയിരിക്കും. സോ m is equal to 8 by 2 എത്ര ആയിരിക്കും? 4 ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ആ വാല്യൂ കൊടുക്കുന്നു. നമുക്ക് ചോദിച്ചേക്കുന്നത് 0 to pi by 2 sin raised to 9 theta d theta ആൻസർ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 2 raised to 2m 2 into 4 8 അല്ലെ, into m factorial square 4 factorial into 4 factorial divided by 9 factorial ആണല്ലോ. അപ്പൊ 2 raised to 8 into 4 factorial into 4 factorial by 9 factorial നമുക്ക് എങ്ങനെ എഴുതാം? 9 factorial എങ്ങനെ എഴുതാം? 4 factorial into 5 into 6 into 7 into 8 അല്ലെ. ഇപ്പൊ 4 factorial ക്യാൻസൽ ആവും. ഇവിടെ 4 factorial 1 into 3 into 4 എന്ന് എഴുതാം. 4 into 2 8 ആണ്, അത് ക്യാൻസൽ ആക്കും. 3 into 2 6 ആണ്, അതും ക്യാൻസൽ ആക്കും. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 2ഉം കൂടെ ക്യാൻസൽ ആക്കി ഇത് എന്തായിട്ട് മാറും? 2 raised to 7 ആവും ആണല്ലോ. 2 raised to 7 എന്ന് പറഞ്ഞാൽ എന്താ? 2 4 8 16 32 64 128 അല്ലെ. 128 ഡിവൈഡഡ് ബൈ എത്രയാ വന്നേ? 35 ആണല്ലോ. 315 അല്ലെ. കാരണം ഇവിടെ വാല്യൂ വരുമ്പോഴത്തേക്കും എന്താണ്, ഇതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോ ഈ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ 2 raised to 8 into 4 factorial square by 9 factorial. അപ്പൊ ഇവിടെ ഓക്കെ, ഇവിടെ ഇതും കൂടെ ഉണ്ട്. ഏതും കൂടെ ഉണ്ട്? 5 into 6 into 7 into 8 into 9 ഉണ്ട് കേട്ടോ. അപ്പൊ 5 7s are 35. 35 into 9 എന്ന് പറയുമ്പോൾ എന്തോരും? 9 5s are 45. 4 balance 9 3s are 27. 28 29 30 31. So our answer is 128 by 315. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യം എന്താ? ഈ ഒരു ഫോം വന്നാൽ, ഏത് ഫോം? ഇന്റഗ്രൽ 0 to pi by 2 sin raised to 2m plus 1 into theta d theta is equal to 2 raised to 2m into m factorial square divided by 2m plus 1 factorial. ഇതാണ് ഫോർമുല. ഇന്റഗ്രൽ 0 to pi by 2 sin raised to 2m plus 1 theta d theta is equal to 2 raised to 2m into m factorial square divided by 2m plus 1 factorial. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇക്വേഷൻ 2x plus y is equal to 5, x plus 3y equal to 5, x minus 2y equal to 0 have no solution, one solution, two solution and infinitely many solution. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഈ 3 ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ, തേർഡ് ഇക്വേഷൻ. ആദ്യത്തെ 2 ഇക്വേഷൻ സോൾവ് ചെയ്യാം. 2x plus y is equal to 5 x plus 3y is equal to 5. ഏത് രീതിയിൽ വേണമെങ്കിലും സോൾവ് ചെയ്യാം. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2x plus y is equal to 5 2x plus 6y is equal to 10 കിട്ടും അല്ലെ. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് അങ്ങ് പോവും. 1 minus 6 എന്ന് പറയുന്നത് -5 വരും അല്ലെ. -5y is equal to 5 minus 10 എന്ന് പറയുന്നത് എന്തൊരു? -5 വരും. അപ്പൊ y is equal to -5 by -5, അതായത് വാല്യൂ എന്ത് കിട്ടി? 1 എന്ന് പറഞ്ഞ് കിട്ടി. അത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ എന്ത് കിട്ടും? 2x plus 1 is equal to 5, 2x equal to 5 minus 1 equal to 4, x equal to 2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് 2 വാല്യൂ കിട്ടി. വൈയുടെ വാല്യൂ 1 എന്നും എക്സിന്റെ വാല്യൂ 2 എന്നും കിട്ടി.
ആണല്ലോ. അപ്പൊ 2 വാല്യൂസ് കിട്ടി. അപ്പൊ ആദ്യത്തെ 2 ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുവാണ്, സോൾവ് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് എന്താണ്, ഈ 3 ഇക്വേഷനിലും എന്തുണ്ട്, സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ 1 ആണോ 2 ആണോ ഇൻഫിനിറ്റ്ലി മെനി ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യത്തെ 2 ഇക്വേഷൻസ് എടുത്ത് സോൾവ് ചെയ്തു. ഇനി അത് മൂന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് നോക്കിയാലോ. അതായത് എക്സ് മൈനസ് 2y ഈസ് ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് 2 മൈനസ് 2 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് 1. സോ 2 മൈനസ് 2 ഈസ് ഈക്വൽ ടു 0. അതായത് അത് മൂന്നാമത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്നാണല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം സിസ്റ്റം ഹാസ് ഓൺലി വൺ സൊല്യൂഷൻ, യുണീക് സൊല്യൂഷൻ ആയിരിക്കും. അതായത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ആൻസർ ബി ആണ്. അപ്പൊ ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഏതെങ്കിലും 2 ഇക്വേഷൻ, ഇപ്പൊ ഫസ്റ്റും സെക്കൻഡും തന്നെ വേണമെന്നില്ല, ഫസ്റ്റും തേർഡോ അല്ലെങ്കിൽ സെക്കൻഡും തേർഡോ ഏതെങ്കിലും 2 ഇക്വേഷൻ എടുത്ത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യും, ഏത് വാല്യൂ ആണ് കിട്ടുന്നത് അത് ആദ്യത്തേൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ യുണീക് സൊല്യൂഷൻ ആയിരിക്കും. അതായത് ഒരേ ഒരു സൊല്യൂഷനെ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ ആണോ? Next question. The series 1 by 1 raised to p plus 1 by 2 raised to p plus 1 by 3 raised to p plus etc. convergent if. ഇത് കാണുമ്പോഴേ അറിയാം ഇത് എന്ത് ടൈപ്പ് ഓഫ് സീരീസ് ആണ്. 1 raised to p, 2 raised to p, 3 raised to p ഇങ്ങനെ അല്ലേ. അതായത് ഇതൊരു പി സീരീസ് ആണ്. പി സീരീസ് രണ്ടെണ്ണം അല്ലെ, കൺവേർജ് ചെയ്യുന്നുണ്ട് ഡൈവേർജൻസും ഉണ്ട് ആണല്ലോ. പി സീരീസ് കൺവേർജ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്, ഡൈവേർജ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? പി ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ കൺവേർജൻസും പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഡൈവേർജൻസും. ഇതാണ് അവിടുത്തെ കണ്ടീഷൻ. പി സീരീസ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താണ്, 1/1 സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതൊരു സീരീസ് ആണ് അല്ലെ. ഈ സീരീസ് എന്താണ്, പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ് അല്ലെ. ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ 1. അങ്ങനെയാണെങ്കിൽ ഈ സീരീസ് എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യും. അപ്പൊ കൺവേർജ് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ എന്താണ്, പി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. പി ഗ്രേറ്റർ ദാൻ 1 ആയാലേ ആ പർട്ടിക്കുലർ സീരീസ് എന്ത് ചെയ്യത്തുള്ളൂ, കൺവേർജ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. ദിസ് ടൈപ്പ് ഓഫ് സീരീസ് ഈസ് എ പി സീരീസ് ആൻഡ് പി സീരീസ് കൺവേർജസ് ഇഫ് ആൻഡ് ഓൺലി പി ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ഡൈവേർജസ് ഇഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഓക്കെ. Then next question. A bag contains 5 black and 6 red balls. Determine the number of ways in which 2 black and 3 red balls can be selected. അതായത് ഒരു ബോളില്, ഒരു ബാഗില് എത്രയുണ്ട്, 5 ബ്ലാക്കും 6 റെഡ് ബോളും ഉണ്ട്. ഒരു ബാഗിൽ എന്തുണ്ട്, 5 ബ്ലാക്കും 6 റെഡ് ബോളും ഉണ്ട്. ഒരു ബാഗ് ഉണ്ട്, ഈ ബാഗില് 5 ബ്ലാക്ക് ബോളും ഉണ്ട്, 6 റെഡ് ബോളും ഉണ്ട്. Determine the number of ways in which 2 black and 3 red balls are selected. എങ്ങനെ ഇതിൽ നിന്നും 2 ബ്ലാക്കും അതുപോലെ എത്രയാണ് 3 റെഡും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാണ്. എന്താ, 5 ബ്ലാക്കിൽ നിന്ന് 2 ബ്ലാക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കോമ്പിനേഷൻ യൂസ് ചെയ്തൂടെ. കോമ്പിനേഷൻ അല്ലേ യൂസ് ചെയ്യുന്നത്. അതായത് ഓർഡിനറി ഇമ്പോർട്ടൻസ് ഇല്ല, ഏതെങ്കിലും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെ. അപ്പോ 5 എണ്ണത്തിൽ നിന്നും 2 ബ്ലാക്ക് ബോൾ സെലക്ട് ചെയ്യാം. അതുപോലെ 6 റെഡ് ബോളിൽ നിന്നും 3 എണ്ണം. അപ്പൊ 6 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം. അപ്പൊ ഇതിന്റെ ടോട്ടൽ എങ്ങനെയാണ്, നമ്പർ ഓഫ് വേസ് എങ്ങനെയാണ്, ഇതിന് രണ്ടിന്റെയും കൂടെ പ്രൊഡക്റ്റ് എടുത്താൽ പോരെ. അപ്പോ എന്താണ്, 5 ബ്ലാക്ക് ബോൾസിൽ നിന്നും എത്ര എണ്ണം സെലക്ട് ചെയ്യണം, 2 എണ്ണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, 5C2. അതുപോലെ 6 റെഡ് ബോൾസിൽ നിന്നും 3 എണ്ണം, അതുകൊണ്ട് 6C3. സോ ടോട്ടൽ നമ്പർ ഓഫ് വേസ് വി നീഡ് ടു സെലക്ടഡ് ഈസ് 5C2 into 6C3. ഇനി എന്താ 5C2ന്റെ വാല്യൂ? എന്താ NCR എന്ന് പറയുന്നത്, n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഫോർമുല എന്താണ്, n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. സോ 5C2 എങ്ങനെ എഴുതാം, 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 2 ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ. അതുപോലെ 6C3 എങ്ങനെ എഴുതാം, 6 ഫാക്ടോറിയൽ ഇൻറ്റു
3 ഫാക്ടോറിയൽ ടു n മൈനസ് 6 മൈനസ് 3 3 ഫാക്ടോറിയൽ ആണല്ലോ. അപ്പോ എന്താ 5 ഫാക്ടോറിയൽ ഞാൻ എങ്ങനെ എഴുതി? 3 ഫാക്ടോറിയൽ 4 into 5 ഡിവൈഡഡ് ബൈ 1 into 2 into 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ വെട്ടിപ്പോയി. അതുപോലെ ഇവിടെ എന്താണ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 into 5 into 6 by 1 into 2 into 3 into 3 ഫാക്ടോറിയൽ. 3 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ വെട്ടിപ്പോയി. 2 into 3 6 വെട്ടിപ്പോയി. ഇവിടെ ഒരു വെട്ടിപ്പോയി 2 വന്നു അല്ലെ. 5 into 2 10 into 4 into 5 20 ആണല്ലോ. സോ 200 ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിലക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി 200. അപ്പൊ ഒരു ബാഗില് 5 ബ്ലാക്കും 6 റെഡ് ബോളും ആണ്. എങ്ങനെ സെലക്ട് ചെയ്യാം? ഓർഡിനറി ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ വി അപ്ലൈ ദി കോമ്പിനേഷൻ. അപ്പൊ 5 ബ്ലാക്കിൽ നിന്ന് 2 എണ്ണം, അതാണ് 5C2. 6 റെഡിൽ നിന്ന് 3 റെഡ് ബോൾസ്, അതാണ് 6C3. എന്നിട്ട് ഇതിന്റെ രണ്ടിന്റെയും പ്രൊഡക്റ്റ്, ദാറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ദ ബോൾസ് ക്യാൻ ബി സിലക്ടഡ്. ഓക്കെ, ഇനി the distance of 2 3 from xy is equal x plus y is equal to 1. Distance of 2 3, അതായത് 2 3 എന്ന് പറയുന്ന ഒരു പോയിന്റ്, ആ പോയിന്റിൽ നിന്നും x plus y equal to 1 എന്ന് പറയുന്ന ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഒരു ലൈൻ ax plus by plus c is equal to 0 എന്നൊരു ലൈൻ ഉണ്ടെങ്കിൽ x0 y0 എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആണ്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോർമുല നമുക്കറിയാം. ax0 പ്ലസ് by0 പ്ലസ് c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഇതാണ് ഫോർമുല. ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ is d is equal to modulus of ax0 പ്ലസ് by0 പ്ലസ് c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. അപ്പൊ ഇവിടത്തെ ക്വസ്റ്റ്യനില് നമുക്ക് തന്നിട്ടുള്ളത് എന്താ? x0 y0 എന്ന് പറയുന്നത് 2,3 എന്നും ഈ ലൈൻ എന്താ തന്നിട്ടുള്ളത്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് വൈ മൈനസ് 1 ഈക്വൽ ടു 0 നോക്കാലോ. സോ d is equal to modulus of എക്സിനും വൈക്കും പകരം നമ്മൾ എന്ത് കൊടുക്കും? 2ഉം 3ഉം കൊടുക്കും അല്ലെ. 2 പ്ലസ് 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സും എയും ബി എന്ന് പറയുന്ന എക്സിനെ വൈയുടെയും കോയിഫിഷ്യൻസ് ഇവിടെ 1 അല്ലേ. അപ്പൊ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 2 പ്ലസ് 3 5, 5 മൈനസ് 1 4 അല്ലെ. മോഡുലസ് ഓഫ് 4 തന്നെയാണ് ബൈ റൂട്ട് 2. ഇനി 4 ബൈ റൂട്ട് നമ്മുടെ ഓപ്ഷനിൽ ഒന്നും ഇല്ലല്ലേ, 4 റൂട്ട് 2 കിടപ്പുണ്ട്. പക്ഷെ അതാണോ? നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് 2 ഡിനോമിനേറ്ററിൽ ഒരിക്കലും വരില്ല. സോ വി നീഡ് ടു മൾട്ടിപ്ലൈ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ റൂട്ട് 2. സോ അവർ ആൻസർ ഈസ് 4 റൂട്ട് 2 ബൈ റൂട്ട് 2 റൂട്ട് 2 ആണ്. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് 2 വരും. സോ അവർ ആൻസർ ഈസ് 2 റൂട്ട് 2. അപ്പോ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2 root 2 is answer. അപ്പൊ അവിടുത്തെ മെയിൻ പോയിന്റ് നിങ്ങൾ പഠിക്കേണ്ട എന്താ? To find a distance of a point x0 y0 from a line in the standard form ax plus by plus c equal to 0, we can use the formula d equal to a modulus of ax0 plus by0 plus c divided by root of a square plus b square. ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഫോർമുല. ഓക്കെ ആണല്ലോ. Next question. In a committee, 50 people speak French, 20 speak Spanish, and 10 speak both Spanish and French. How many speak at least one of these two languages? ഈ രണ്ട് ലാംഗ്വേജ് ഒന്നോ അതിൽ കൂടുതലോ സംസാരിക്കുന്ന എത്ര പേരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് എന്റെ അർത്ഥം. അപ്പോ അതായത് നമുക്ക് വേണ്ടത് പീപ്പിൾ സ്പീക്ക് ഫ്രഞ്ച് അല്ലേ. അപ്പൊ നമുക്ക് ഫ്രഞ്ച് സ്പീക്ക് ചെയ്യുന്നവർ എഫ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. പീപ്പിൾ ഹു സ്പീക്ക് ഫ്രഞ്ച് ഈസ് എഫ് ആൻഡ് സ്പാനിഷ് ഈസ് എസ് എന്നെടുക്കാം. അതായത് എൻ ഓഫ് എഫ് എന്ന് പറയുന്നത് 50 ആണല്ലോ. എൻ ഓഫ് എസ് എന്ന് പറയുന്നത് 20 ആണ്. ഇവ രണ്ടും അതായത് എഫ് ഇന്റർസെക്ഷൻ എസ് എന്ന് പറയുന്ന ബോത്ത് സ്പാനിഷ് ആൻഡ് ഫ്രഞ്ച് അല്ലെ സംസാരിക്കുന്നത് 10 അപ്പം അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദോസ് ടു ലാംഗ്വേജസ് മീൻസ് വി നീഡ് ടു ഫൈൻഡ് എൻ ഓഫ് എഫ് യൂണിയൻ എസ്. We know the formula that n of f plus n of s minus n of f intersection s ആണല്ലോ. So n of f എന്ന് പറയുന്നത് 50 plus n of s എന്ന് പറയുന്നത് 20 minus 10. 50 plus 20 70 minus 10 60. അപ്പൊ അവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. അപ്പൊ നമുക്കൊന്ന് ഒരു വെൻ ഡയഗ്രാം വെച്ച് നോക്കിയാലോ.
ഇത് ഫ്രഞ്ച് സംസാരിക്കുന്നവർ, ഇത് സ്പാനിഷ് സംസാരിക്കുന്നവര്. ഫ്രഞ്ച് സംസാരിക്കുന്ന 50 പേര്, സ്പാനിഷ് സംസാരിക്കുന്ന 20 പേര്, കോമൺ ആയിട്ടുള്ള 10 പേര് ആണല്ലോ. അപ്പൊ നോക്കിയേ, 50, 20, 70. അതിൽ നിന്ന് ഇത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് തരുന്നില്ലേ? അപ്പൊ ഇതിൽ നിന്ന് 1 കുറച്ചാൽ പോരെ, 10 സബ്ട്രാക്ട് ചെയ്യുക, അതായത് 60 വരും. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. വി ക്യാൻ ഫൈൻഡ് ബൈ യൂസിങ് ദ വെൻ ഡയഗ്രാം ഓർ ബൈ യൂസിങ് ദ ഫോർമുല ഓഫ് ദി സെറ്റ്സ് നമ്പർ ഓഫ്, അല്ലെ? അപ്പൊ ഈ രീതിയിൽ വേണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ? French speakers 50, Spanish speakers 20, both 10. At least one language is 50 plus 20 minus 10 is equal to 60. Okay ആണല്ലോ. If, next question, if sine 2x by x, if x not equal to 0, 1 if x equal to 0. അപ്പൊ ഒരു ഇതുണ്ട്, f of x equal to എന്നുണ്ട് കേട്ടോ അവിടെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോ. If f of x equal to sine 2x by x, if x is not equal to 0, and 1 if x equal to 0, a continuous function. ഈ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. Only in some cases cannot be determined continuous, not continuous. ഇത് എന്താണ്? ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് ഇത് ഡിലീറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാൻ കാരണം, അതായത് ഇവിടെ വെറും ഇതേ പറയുന്നുള്ളൂ, ചില കേസിൽ കണ്ടിന്യൂസ്. പിന്നെ ഇത് ആക്ച്വലി നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണ്. കാരണം കണ്ടീഷൻ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഫോർമുല എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓ 0. വാല്യൂ കൊടുത്താൽ സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം എഫ് ഓ 0 കൊടുത്തു നോക്കിയപ്പോ നമുക്ക് കിട്ടി 1 ആണെന്ന് കിട്ടി, ആണല്ലോ. എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണെന്ന് കിട്ടി. അതേസമയം നമ്മൾ അടുത്ത് നോക്കുന്നു, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോക്കുവാണ്, ആണല്ലോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ സൈൻ 2x ബൈ എക്സ് ആണ്. അപ്പോ നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് വന്നാൽ അതിന്റെ വാല്യൂ 1 ആണ്, അല്ലെ? ഇവിടെ രണ്ട് സെയിം ആയിരിക്കണം. ഇപ്പൊ ഇവിടെ 2x, ഇവിടെ എക്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ രണ്ടിടത്തും വാല്യൂ വ്യത്യാസമായിരിക്കാൻ വേണ്ടി ഒരു 2 കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്തു, ആണല്ലോ. അപ്പൊ ഈ 2നെ ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് വെളിയിൽ എടുത്താൽ ഇത് എന്താവുന്നു? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 2x ബൈ 2x എന്ന് വരുന്നു. ഇതിന്റെ വാല്യൂ 1 അല്ലേ? സോ 2 into 1 ദാറ്റ് ഈസ് 2, അല്ലെ? അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആണോ? അല്ല. അപ്പൊ ഇത് എന്താണ്? നോട്ട് കണ്ടിന്യൂസ്. എവിടെയാണ്? അറ്റ് എക്സ് ഈക്വൽ ടു 0. ആ പർട്ടിക്കുലർ പോയിന്റ് കൂടെ തന്നിരുന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ. ആ 0 എന്നുള്ള പോയിന്റിൽ ഇതെന്തല്ല? കണ്ടിന്യൂസ് അല്ല. അതുകൊണ്ടാണ് ഇത് എന്തായി മാറിയത്? ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറിയത്. അപ്പൊ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതാണ് കണ്ടീഷൻ. എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, 0 അല്ല, പകരം എ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. ഇതാണ് എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. അതാണ് എന്ത് പറയുന്നത്? കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എന്ത് പറയുന്ന കണ്ടിന്യൂറ്റി. അപ്പൊ ഇവിടെ എന്ത് പറയാം? നോട്ട് കണ്ടിന്യൂസ് എന്ന് നമുക്ക് ഓപ്ഷൻ വേണമെങ്കിൽ പറയാം. പക്ഷേ എന്താണ്? നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് അവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടതായിരുന്നു. അത് പറയാത്തോണ്ടാണ് ദ ക്വസ്റ്റ്യൻ ഈസ് ഡിലീറ്റഡ്. അപ്പൊ ഇതാണ് നിങ്ങൾ അവിടെ പഠിക്കേണ്ടത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പൊ എക്സിന്റെ സ്ഥാനം നമ്മൾ 0 കൊടുത്തു. ഞാൻ അത് ചെയ്ത് കാണിച്ചിരുന്നല്ലോ. ലിമിറ്റ് അപ്ലൈ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? കമ്പയർ ചെയ്തു. അപ്പൊ അത് എന്തല്ല? ഈക്വൽ അല്ല. ഓക്കെ ആണല്ലോ. അതുകൊണ്ടാണ് അത് എന്തല്ല? കണ്ടിന്യൂസ് അല്ല. അപ്പൊ ഇതെന്താണ്? ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് അവിടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ അതാണ് ആൻസർ. അതുകൊണ്ടാണ് അത് എന്തായി മാറിയത്? ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് മാറിയത്. ഓക്കെ ആണല്ലോ. Now next question. Let y1x and y2x be the solutions of the differential equation dy by dx equal to y plus 17 with initial conditions y1 is 0 equal to 0 and y2 0 equal to 1. അതായത് ഒരു സൊല്യൂഷൻ dy by dx equal to y plus 17 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ രണ്ട് സൊല്യൂഷൻസ് ആണ്. ഒന്ന് y1x, ഒന്ന് y2x. അവരുടെ ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. y1 0 equal to 0യും y2 0 equal to 0യും 1 ആണ്. Then y1 and y2 will never intersect. y1 and y2 will intersect at x is equal to 17. y1 and y2 will intersect at x equal to e and y1 and y2 will intersect at x equal to 1. ഇതാണ് ഓപ്ഷൻസ്.
അപ്പൊ നമുക്ക് ആദ്യം നോക്കേണ്ടത് വാട്ട് വിൽ ബി ദ സൊല്യൂഷൻസ് ഓഫ് ദീസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൽ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അല്ലെ. അതിനകത്ത് ഇത് ഏറ്റവും എളുപ്പം. പല മെത്തേഡ്സിൽ ഇത് എപ്പോഴും വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ ചെയ്യാനല്ലേ എളുപ്പം. അതായത് എങ്ങനെ എഴുതാം? dy by y plus 17 is equal to dx. അപ്പൊ ഇവിടെ മുഴുക്ക y ആയി, ഇത് x ആയി അല്ലെ. Now integrating both sides. Integral dy by y plus 17 is equal to integral dx. dy by y plus 17 എന്ന് പറയുമ്പോൾ നമുക്കറിയാം log mod y plus 17 എന്ന് എഴുതാം അല്ലെ. ഈക്വൽ ടു x എന്ന് എഴുതാം. അപ്പൊ ഇവിടെ നിന്ന് പ്ലസ് സി കൊടുക്കാം അല്ലെ. ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ ലോഗ് മാറ്റാൻ വേണ്ടി രണ്ട് സൈഡ് എക്സ്പോണൻഷ്യൽ എടുക്കുന്നു. അപ്പൊ എന്ത് കിട്ടി? y plus 17 ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് സി അല്ലെ. ഇ റൈസ് ടു എക്സ് പ്ലസ് സി ഞാൻ ഇ റൈസ് ടു എക്സ് ഇൻറ്റു സി എന്ന് എഴുതുന്നു. ഇ റൈസ് ടു സി എന്ന് ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നു. അപ്പൊ ഇത് എന്തായിട്ട് മാറുന്നു? എ ഇൻറ്റു ഇ റൈസ് ടു എക്സ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? y plus 17 ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു എക്സ് എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പൊ ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷനെ സോൾവ് ചെയ്യുവാണ്, ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാണ്. ബൈ വിച്ച് മെത്തേഡ്? ബൈ വേരിയബിൾ സെപ്പറബിൾ ഫോം. വേരിയബിൾസിനെ സെപ്പറേറ്റ് ആക്കി, അതായത് വൈയുടെ ടേംസ് എല്ലാം ഒരിടത്തും എക്സിന്റെ ടേംസ് എല്ലാം ഒരിടത്തും ആക്കി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? രണ്ട് സൈഡും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിനെ ലോഗ് അങ്ങ് മാറ്റുന്നു. കാരണം നമുക്ക് വേണ്ടുന്നത് ഈ രണ്ട് സൊല്യൂഷൻസും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടോ, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് പോയിന്റ്, അല്ലെ ഇന്റർസെക്ട് ചെയ്യുന്നില്ലേ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇത് ചെയ്തു. ഇതാ കണ്ടോ, ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. ഇവിടെ കണ്ടോ, ഈ ലോഗ് മാറ്റി, അതായത് ഇവിടെ y plus 17 ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് സി, ഇ റൈസ് ടു എക്സ് പ്ലസ് സി ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു സി എന്നാക്കി. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ രണ്ട് കണ്ടീഷൻ കൊടുക്കുന്നു. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ y10 ഈക്വൽ ടു 0. അതായത് y10 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അറ്റ് x ഈക്വൽ ടു 0 y1 ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 0 പ്ലസ് 17 ഈക്വൽ ടു എ ഇൻറ്റു ഇ റൈസ് ടു 0. അതായത് എയുടെ വാല്യൂ 17 എന്ന് പറഞ്ഞ് കിട്ടുന്നു. കണ്ടോ, ഫസ്റ്റ് കണ്ടീഷൻ കൊടുത്തപ്പോ എയുടെ വാല്യൂ. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ വരുന്നു? 17 ഇ റൈസ് ടു എക്സ് മൈനസ് 17 എന്ന് വരുന്നു. ഓക്കെ, then we are moving to the next condition, that is y20 equal to 1. ഇതിന്റെ അർത്ഥം എന്താ? when x equal to 0 y2 equal to 1 ആണ്. അതായത് അവിടെ എന്താ നമ്മുടെ കണ്ടീഷൻ? ഇതായിരുന്നു അല്ലെ, എ ഇ റൈസ് ടു എക്സ് മൈനസ് 17 ആയിരുന്നു. അവിടെ നമ്മൾ എ ഇ റൈസ് ടു എക്സ് മൈനസ് 17 1 ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു എക്സ് അല്ലെ. ഇ റൈസ് ടു 0 1 അല്ലെ, മൈനസ് 17. അതായത് 1 പ്ലസ് 17 ഈക്വൽ ടു 18. സോ എയുടെ വാല്യൂ 18 കിട്ടി. അതായത് രണ്ടാമത്തെ സൊല്യൂഷൻ ഇത് കിട്ടി. അപ്പൊ y1x ഉം y2x ഉം നമുക്ക് രണ്ട് പെർട്ടിക്കുലർ ആയിട്ട് കിട്ടി. ഇനി ഇത് ഇന്റർസെക്ട് ചെയ്യോ ഇല്ലയോ നോക്കാൻ വേണ്ടി വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. സബ്ട്രാക്ട് ചെയ്യുമ്പോ ഇവിടെ എന്ത് വരുന്നു? ഈ 17 ക്യാൻസൽ ആവുന്നു. ഇ റൈസ് ടു എക്സ് വരുന്നല്ലേ. അതായത് എക്സിന്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ. ദാറ്റ് മീൻസ് ദേ വിൽ നെവർ ഇന്റർസെക്ട്. അതാണ് ഇവിടെ ആൻസർ വരുന്നത്. ഇത് ഒരിക്കലും ഈക്വൽ ആവില്ല. ദാറ്റ് മീൻസ് ദേ നെവർ ഇന്റർസെക്ട്. അപ്പൊ അതാണ് നമ്മുടെ കണ്ടീഷൻ നോക്കേണ്ടത്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 0 കിട്ടുകയാണെങ്കിൽ we can say that it intersect. But here we got that we will get a function for in x. നമുക്ക് എന്ത് കിട്ടി? x ഒരു ഫംഗ്ഷൻ ആണ് കിട്ടിയത്. അതിന്റെ അർത്ഥം എന്താണ്? they never intersect. So our option is option A. Option A ആണ് നമ്മുടെ അവിടത്തെ ആൻസർ എന്ന് പറയുന്നത്. y1 and y2 will never intersect. അപ്പൊ എന്താ? ഈ തന്നിരിക്കുന്നതിന് നമ്മൾ വേരിയബിൾ സെപ്പറബിൾ ഫോം യൂസ് ചെയ്ത് അതിനെ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു ജനറൽ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കണ്ടീഷൻസ് കൊടുത്ത് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിച്ചതിന് ശേഷം അത് ഇന്റർസെക്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുന്നു. സബ്ട്രാക്ട് ചെയ്തപ്പോൾ ഈക്വൽ അല്ലാതെ കിട്ടിയത് കൊണ്ട് we can able to say that it never intersect. Clear ആണോ? Next question. The general solution of the differential equation dy by dx plus y by x equal to tan 2x is. ഇതും എന്താണ്? ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. This is also a deleted question. കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്? dy by dx plus y by x equal to tan 2x.
ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെ. അതായത് ദിസ് ഈസ് ഓഫ് ദി ഫോം എന്താ, പി വൈ ഈസ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ്. ഈ ഒരു ഫോമിലല്ലേ കിടക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പി എന്ന് പറയുന്നത് എന്താണ്, വൈയുടെ കോയിഫിഷ്യന്റ്, അതായത് 1/x, ക്യൂ എന്ന് പറയുന്നത് എന്താണ്, tan 2x ആണല്ലോ. അപ്പൊ ദിസ് ഈസ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് ഫോം ഈസ് dy/dx പ്ലസ് പി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ്. എന്നിട്ട് അതിൽ നമുക്ക് എന്ത് കിട്ടി, പി ഓഫ് എക്സ് എഴുതി. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈയുടെ കോയിഫിഷ്യന്റ്, അതായത് 1/x, ആൻഡ് ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു tan 2x, അത് കിട്ടി. ഇനി ഇതിന്റെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കും അല്ലെ. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ, ഇ റൈസ് ടു ഇന്റഗ്രൽ പി ഡി എക്സ്. ഇതാണ് എന്താ പറയുന്നത്, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഇ റൈസ് ടു ഇന്റഗ്രൽ 1/x dx, ഇതാണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. അതായത് ഇ റൈസ് ടു 1/x ഇന്റഗ്രൽ എന്താ, ലോഗ് എക്സ് അല്ലെ. ലോഗ് എക്സ്, ഇയും ലോഗും കൂടെ പോയിട്ട് എന്ത് വരും, 1x വരും അല്ലെ. കാരണം ലോഗിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് ഇ റൈസ് ടു ലോഗ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർ ദ ജനറൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ y into integrating factor is equal to integral q of x into integrating factor dx. ഇതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ്, y into integrating factor is equal to integral q into integrating factor into dx. അതായത് ഇവിടെ y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എക്സ് അല്ലേ, ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ടാൻ ടു എക്സ് ഡി എക്സ്. ഇവിടെ എന്താന്ന് വെച്ചാല് ഈ ഇന്റഗ്രൽ എക്സ് ടാൻ ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്താൽ, എക്സ് ടാൻ ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഒരിക്കലും ഇതിനകത്ത് ഒരു ഫോമും വരത്തില്ല. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, this is known as a deleted question. ഇത് ഡിലീറ്റ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇന്റഗ്രൽ എക്സ് ടാൻ ടു എക്സ് ചെയ്താൽ ഒരിക്കലും വരില്ല. എക്സ് ടാൻ ടു എക്സ് നമ്മൾ ഇന്റഗ്രേഷൻ ബൈ ഫാക്ടർ ചെയ്താൽ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ, കാരണം ഈ ലോഗ് കോസ് ടു എക്സിന് ഒരിക്കലും നമുക്ക് ഉണ്ടല്ല ഒരു ഇന്റഗ്രേഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഉണ്ടല്ലോ. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഡിലീറ്റഡ് ക്വസ്റ്റൻ അല്ല, ബാക്കി ഒന്നും ആൻസർ വരില്ല. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദീസ് ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള 19 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ പറയാൻ പോകുന്നത്. എന്താ, എ ഫംഗ്ഷൻ എഫ് മാച്ച് ഫ്രം z to z ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് 1:1 on to neither 1:1 nor on to bijective. എന്താ ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാല് 1:1 on to ആയിട്ടുള്ള ഫംഗ്ഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈജക്റ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താ വെച്ചാല് 1:1 പേര് പോലെ തന്നെയാണ്. എന്താണ്, ഒന്നിനോട് റിലേറ്റ് ചെയ്താലാണ് 1:1 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇന്റിജേഴ്സ് ആണ് പറയുന്നത് അല്ലെ. നമുക്ക് പല രീതിയിൽ ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്ന് ആരോ ഡയഗ്രാം വരച്ച് നോക്കുവാണ്. -1 -2 എന്ന് പറഞ്ഞ് പോകുന്നു, താഴെ 1 2 3 എന്ന് പറഞ്ഞ് പോകുന്നു. അതേപോലെ ഇവിടെയും എന്ത് ചെയ്യുന്നു, 0 -1 -2 എന്ന് പറഞ്ഞ് പോകുന്നു, 1 2 3 എന്ന് പറഞ്ഞ് പോകുന്നു ആണല്ലോ. 0യുടെ സ്ക്വയർ 0 തന്നെയാണ്, ഒന്നിനോട് റിലേറ്റ് ചെയ്യുന്നു. 1ന്റെ സ്ക്വയർ 1 ആണ്. അതേസമയം -1ന്റെ സ്ക്വയർ എന്താ, -1 ആണല്ലേ. അപ്പൊ -1ഉം 1ഉം ഏതിലോട്ട് തന്നെ വരുന്നു, 1ലോട്ട് തന്നെ വരുന്നു. അപ്പോഴേ ഇത് 1:1 ആണോടെ, അല്ല. പിന്നെ 1:1 തെളിയിക്കാൻ വേറൊരു കണ്ടീഷൻ ഉണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ്, ഇതുപോലെ ഗ്രാഫ് വരച്ച് നോക്കാൻ പറ്റാത്തവർക്ക് ഉള്ള മെത്തേഡാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണല്ലോ. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ. അതേസമയം അപ്പൊ എക്സ് ഈക്വൽ ടു വൈ എന്ന് നമുക്ക് രണ്ട് സൈഡും സ്ക്വയർ റൂട്ട് എടുത്താൽ കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് എന്താ, പ്ലസ് ഓർ മൈനസ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വൈ എന്നായിരിക്കും വരുന്നത്. കാരണം ഇന്റിജേഴ്സ് അല്ലേ. ഇപ്പൊ പ്ലസ് എക്സ് കിട്ടുമ്പോ പ്ലസ് വൈ, മൈനസ് എക്സ് കിട്ടുമ്പോ മൈനസ് വൈ, അങ്ങനെ പറയാൻ പറ്റുമോ? ഈ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോഴേ നമുക്ക് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് 1:1 ആണല്ലോ. 1:1 അല്ല. എഫ് ഓഫ് 2ന്റെ സ്ക്വയറും 4 ആണ്, എഫ് ഓഫ് -2ന്റെ സ്ക്വയറും 4 ആണ്. അപ്പൊ ഇത് എന്തല്ല, 1:1 അല്ല. അത് നമുക്ക് അപ്പൊ ആദ്യമേ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻ കളയാം, ഇതും കളയാം, ബൈജക്റ്റീവും കളയാം ആണല്ലോ. കാരണം ബൈജക്റ്റീവ് ആണെങ്കിൽ 1:1 വായിക്കണം, ഓൺ ടു വായിക്കണം. ഇനി ഓൺ ടു ആണോ നോക്കിയാലോ, എല്ലാത്തിനും ഒരു പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യണം അല്ലെ. അതായത് ഇപ്പം ഇവിടെ Z to Z ആണ് നമ്മുടെ മാപ്പിംഗ് പറയുന്നത്. ഇവിടെ ഉള്ള എല്ലാത്തിനും ഇവിടെ ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. ഉണ്ടോ?
അതായത് ഇവിടെ -1 ഇങ്ങോട്ടുണ്ടോ, -2 ഇങ്ങോട്ടുണ്ടോ? ഇല്ല അല്ലെ. കാരണം സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ പോസിറ്റീവ് ടേംസിനും അല്ലെങ്കിൽ സീറോയ്ക്ക് മാത്രമേ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ, റിലേഷൻ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. അതുകൊണ്ട് അത് എന്തുമല്ല, നോട്ട് ഓൺ ടു, ഓൺ ടുവും അല്ല. കാരണം -1 -2 അതായത് നെഗറ്റീവ് നമ്പേഴ്സിന് ഒന്നും തന്നെ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റില്ല, അവിടെ റിലേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? നൈദർ 1 നോർ ഓൺ ടു ഈസ് ദ ആൻസർ. അപ്പൊ 1 അല്ല, ഓൺ ടു അല്ല, ഇതാണ് ആൻസർ. അപ്പൊ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ROയിലെ മാത്സിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.